Magic Morning. Magic morning. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും? ഹാപ്പി അല്ലേ? Yes, happy ആണ്. ഹാപ്പിയാണ്. ഓക്കെ, ഈ നല്ല മഴയത്തും ഈ സമയത്ത് എണീറ്റ് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ. ഓക്കെ, അപ്പം ഞങ്ങൾക്കറിയാം കഴിഞ്ഞ വീക്കും രണ്ട് സെഷനായിട്ട് നമ്മളൊരു ബുക്ക് റിവ്യൂ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയിൽ നടന്നു. അതിന്റെ പാർട്ട് 3 ആണ് ഇന്ന് വരുന്നത്. അതായത് ആ ബുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞങ്ങൾക്കറിയാം നൗഫൽ സാർ തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോൺ അല്ലെ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ 2 സെഷനിലായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നും ആ ബുക്കിന്റെ ബുക്ക് റിവ്യൂ ആണ് ഇന്നും വരുന്നത്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൗഫൽ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. നൗഫൽ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. മാജിക് മോർണിംഗ് ആൾ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് സർ. ക്ലിയർ ആണ്. മാജിക് മോർണിംഗ്. മാം പറഞ്ഞ പോലെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോണിന്റെ 3ാമത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അധ്യായം 3. ഇതിൽ മുൻപ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അറിയില്ല. ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞത് നമ്മുടെ വരുമാനത്തിന്റെ 10% മാറ്റിവെക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ 10ൽ 9 ഓഹരിയിൽ അധികം ചിലവഴിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും നിങ്ങളുടെ തക്കതായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനും വേണ്ട പണം ഉണ്ടാകുവാനായി ചിലവുകളെ ബഡ്ജറ്റ് ചെയ്ത് കണക്കാക്കുക. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അത് വേർതിരിക്കുക എന്നുള്ള പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ കഥയിലെ 3ാം ഭാഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, രാജാവ് പറഞ്ഞതനുസരിച്ച് ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ആർക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ പണക്കാരനായിട്ട് എന്നുള്ള ആ ക്ലാസ് 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ, നിങ്ങളുടെ മെലിഞ്ഞ പണസഞ്ചികൾ വീർക്കുകയാണ്. കിട്ടുന്നതിൻ്റെ 10ൽ 1 പണസഞ്ചികൾ നിക്ഷേപിക്കാനുള്ള അച്ചടക്കം നിങ്ങളിൽ സ്വയം ഉണ്ടാക്കി. നിങ്ങളുടെ വർദ്ധിക്കുന്ന നിധിയെ സുരക്ഷിതമാക്കാൻ ചിലവുകൾ നിയന്ത്രിച്ചു. അടുത്തത് നിങ്ങൾ പിടിച്ചുവെച്ച സമ്പാദ്യത്തെ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പണിയൊടുപ്പിച്ച് അതിനെ വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം. അതായത് ഇതിൽ പറഞ്ഞതുപോലെ നമ്മളെന്താണ് 10% നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഒരു 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് അദ്ദേഹം അവരോട് പറയുന്നത് പോലെ, നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് പോലെ നമ്മൾ കരുതിയിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നവരൊക്കെ ഇതിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഭാവിയിലേക്ക് ഒന്ന് മറച്ചു വെക്കുമ്പോൾ നമുക്കൊരു ഉപകാരപ്പെടും. പണസഞ്ചിയിലെ സ്വർണ്ണനാണയം സ്വന്തമാക്കുക എന്നത് രസിപ്പിക്കുന്ന കാര്യമാണ്. കുട്ടികളൊക്കെ അറിയാലോ, ഓരോ രൂപ കിട്ടുമ്പോഴും അവർ ഇങ്ങനെ അവരുടെ ആ ഒരു ശേഖരണ കുപ്പിയിലേക്ക് ഇടുമ്പോൾ അവർക്ക് സന്തോഷമാണല്ലോ. അതേപോലെ തന്നെ നമുക്കൊരു ആനന്ദം കിട്ടും അത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഒരു പിശുക്കൻ്റെ ആത്മാവിനെ അത് സ്വാതന്ത്ര്യപ്പെടുത്തുമായിരിക്കും, പക്ഷേ അത് ഒരു സമ്പാദ്യവും നൽകുന്നില്ല. നമ്മൾ വരുമാനത്തിൽ നിന്ന് പിടിച്ചു വെക്കുന്ന സമ്പാദ്യം ഒരു തുടക്കം മാത്രമാണ്, പക്ഷേ നമ്മുടെ സൗഭാഗ്യം കെട്ടിപ്പടുക്കുന്നത് ഈ മിച്ചം വെച്ച് ഉണ്ടാക്കുന്ന സമ്പാദ്യമാണ്. ക്ലാസ് തുടങ്ങി 3ാം ദിവസം ആർക്കാട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: എങ്ങനെയാണ് നമ്മൾ മിച്ചം വെച്ചുണ്ടാക്കിയ സ്വർണ്ണനാണയങ്ങൾ കൊണ്ട് പണിയെടുപ്പിക്കുക? എൻ്റെ ആദ്യത്തെ നിക്ഷേപം ഒരു പരാജയമായിരുന്നു, കാരണം അത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ കഥ പിന്നീട് ഒരിക്കൽ പറയാം. എൻ്റെ ആദ്യത്തെ ലാഭകരമായ നിക്ഷേപം അഗാർ എന്നു പേരുള്ള പടച്ചട്ട നിർമ്മാതാവിന് ഞാൻ കൊടുത്തൊരു വായ്പയായിരുന്നു. വർഷത്തിലൊരിക്കൽ തൻ്റെ പണിയാവശ്യത്തിനായി കപ്പൽ വഴി കൊണ്ടുവരുന്ന വെങ്കലം വലിയ തോതിൽ അയാൾ വാങ്ങുമായിരുന്നു. വെങ്കൽ വ്യാപാരികൾക്ക് കൊടുക്കാൻ ആവശ്യമായ മൂലധനം ഇല്ലാത്തതുകൊണ്ട് അയാൾ പണമുള്ള ആളുകളിൽ നിന്നും വായ്പ എടുത്തിരുന്നു. വിശ്വസ്തനായ അയാൾ വായ്പ കൊടുത്ത പണം തിരിച്ചു നൽകുന്നതോടൊപ്പം പടച്ചട്ടകൾ വിൽക്കുന്നതിൽ നിന്നുള്ള വിഹിതവും ഉദാരമായി നൽകും, ലാഭവിഹിതവും നൽകിയിരുന്നു. ഓരോ തവണ അയാൾ പണം വായ്പ നൽകുമ്പോഴും എനിക്ക് അയാൾ നൽകിയ ആദായ വിഹിതവും ഞാൻ തിരിച്ചു അയാൾക്ക് വായ്പയായി കൊടുത്തിരുന്നു. അതുകൊണ്ട് എൻ്റെ മൂലധനം അധികരിച്ചു എന്ന് മാത്രമല്ല, അതിൽ നിന്നുണ്ടാകുന്ന വരുമാനവും വർദ്ധിച്ചു. ഏറ്റവും ആഹ്ലാദകരം, ഈ പണമെല്ലാം എൻ്റെ പണസഞ്ചിയിലേക്ക് തിരിച്ചു വന്നിരുന്നു എന്നതാണ്. എൻ്റെ ശിഷ്യരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഒരാളുടെ സമ്പത്ത് അയാളുടെ പണസഞ്ചിയിലെ നാണയങ്ങളല്ല, അത് അയാൾ വികസിച്ചെടുക്കുന്ന വരുമാനമാണ്. അയാളുടെ പണസഞ്ചിയിലേക്ക് തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുകയും
അതിനെ എപ്പോഴും ഉയർപ്പിക്കുകയും ചെയ്യുന്ന സ്വർണത്തിൻ്റെ അരുവിയാണ്. അതുണ്ടാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പണിയെടുത്താലും യാത്ര ചെയ്താലും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വരുമാനം. അതായത് വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രം കിട്ടുന്നതല്ല. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്കോ ആ ഇൻകം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ജോലി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായാലും ആ ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വലിയ വരുമാനത്തിൽ ഞാൻ സമ്പാദിച്ചത്, അതിനാൽ ഞാൻ ഒരു സമ്പന്നൻ എന്ന് വിളിക്കപ്പെടുന്നു. ഞാൻ അഗാറിന് കൊടുത്ത വായ്പകൾ എങ്ങനെ ലാഭകരമായി നിക്ഷേപിക്കാമെന്നും എൻ്റെ ആദ്യത്തെ പരിശീലനമായിരുന്നു. എൻ്റെ മൂലധനം വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് നേടിയ അറിവുകൾ വെച്ച് ഞാൻ എൻ്റെ വായ്പകളും നിക്ഷേപങ്ങളും വ്യാപിപ്പിച്ചു. ആദ്യം കുറച്ച് സ്രോതസ്സുകളിൽ നിന്നും പിന്നീട് കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നുമായി സമ്പത്തിൻ്റെ സുവർണ്ണ അരുവി എൻ്റെ പണസഞ്ചിയിലേക്ക് ഒഴുകി വന്നു. ഇദ്ദേഹം എന്തായി വ്യത്യസ്ത കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് കൊറോണ കാലത്ത് പറഞ്ഞ ഒരു അനുഭവം കൂടി ഞാൻ പറയാണ്. അദ്ദേഹം ഇതേപോലെ ഒരുപാട് ബിസിനസ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. അപ്പം കൂടുതൽ പണമുള്ള ആളുകളൊക്കെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് മേഖലയാണ്. അദ്ദേഹത്തിന് ഒരു 4 ടെക്സ്റ്റൈൽസിൽ ഷെയറുള്ള ആളായിരുന്നു. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത്, ലോക്ക്ഡൗൺ വന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തുകയും അതൊക്കെ അടച്ചുപൂട്ടുകയും ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, ഇന്ന് അദ്ദേഹത്തിന് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷെയർ ഉണ്ട്. അന്ന് അദ്ദേഹം പറയുകയാണ്, ഈ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ പലചരക്ക് കട, പച്ചക്കറി കട അതുപോലുള്ള ഒരു മേഖല ആയിരുന്നെങ്കിൽ ഞാനിന്ന് വീട്ടിലിരിക്കൂല, എൻ്റെ ഇൻകം നിലച്ചു പോകില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് തുറക്കാൻ ഗവൺമെൻറ്റാണ് അനുമതി അന്ന് കൊടുത്തിട്ടില്ലായിരുന്നു. ഓർക്കുന്നുള്ള നല്ല പല ആളുകളും നിത്യോപയോഗ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടകൾക്കാണ് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളിലേക്ക് മാത്രം ചെയ്യാതെ വ്യത്യസ്ത മേഖലകളിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് അറിവ് നേടിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വിവേകത്തോടെ തീരുമാനിച്ച കാര്യങ്ങൾ വേണ്ട ധനം ആ അരുവിൽ നിന്ന് ലഭിച്ചു. നോക്കൂ, എൻ്റെ എളിയ സമ്പാദ്യത്തിൽ നിന്നും ഒരു കൂട്ടം സുവർണ്ണ അടിമകളെ ഞാൻ സൃഷ്ടിച്ചു. അവരോരോരുത്തരും എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു കൂടുതൽ സമ്പാദ്യം എനിക്ക് ഉണ്ടാക്കി തന്നു. അവരെ പോലെ അവരുടെ സന്താനങ്ങളുടെ സന്താനങ്ങളും കഠിനാധ്വാനം ചെയ്തു. അടിമകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സേവ് ചെയ്ത ആ പണത്തെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ അത് വന്നിരിക്കുന്ന ഇൻകത്തിനെ കുറിച്ചിട്ടുമാണ്. അവരുടെ കൂട്ടായ ശ്രമങ്ങളിൽ നിന്നും എനിക്ക് വിപുലമായ വരുമാനം ഉണ്ടാവുന്നത് വരെ അവർ കഠിനാധ്വാനം ചെയ്തു. നിങ്ങൾ ഉചിതമായ സമ്പാദ്യം ഉണ്ടാക്കുമ്പോൾ സമ്പത്ത് വേഗത്തിൽ അധികരിക്കുന്നു എന്ന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കാണാം. ഒരു കർഷകൻ അയാളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ തൻ്റെ കയ്യിലുള്ള 10 വെള്ളി നാണയങ്ങൾ ഒരു പണമിടപാടുകാരനെ സമീപിച്ചു. തൻ്റെ മകന് 20 വയസ്സായപ്പോൾ വരെ വാടകയ്ക്കായി നാണയങ്ങൾ കയ്യിൽ വെക്കാമോ എന്ന് ചോദിച്ചു. പണമിടപാടുകാരൻ അത് സമ്മതിച്ചു. ഓരോ 4 വർഷത്തിലും ആ പണത്തിൻ്റെ മൂല്യത്തിൻ്റെ 4-ൽ 1 വാടകയെന്ന് ഉറപ്പിച്ചു. താൻ ഏൽപ്പിച്ച പണം മകന് അവകാശപ്പെട്ടതായി അതിൽ കിട്ടുന്ന വാടകയും മുതലിനോടൊപ്പം ചേർക്കാനും കർഷകൻ ആവശ്യപ്പെട്ടു. ആ കുട്ടിക്ക് 20 വയസ്സായപ്പോൾ തൻ്റെ വെള്ളി നാണയങ്ങൾ കുറിച്ച് അന്വേഷിക്കാൻ കർഷകൻ വീണ്ടും പണമിടപാടുകാരൻ്റെ അടുത്തേക്ക് പോയി. കൂട്ടുപലിശയായി കൊടുത്ത പണം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പണമിടപാടുകാരൻ വിശദീകരിച്ചു. ആദ്യം ഏൽപ്പിച്ച 10 വെള്ളി നാണയങ്ങൾ 31.5 നാണയങ്ങളായി വർദ്ധിച്ചു. കർഷകൻ സന്തോഷമായി. അപ്പോൾ അദ്ദേഹം എന്താണ്, നമ്മൾ ഈ പോസ്റ്റ് ഓഫീസിലെ ചിട്ടിയൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, നമ്മളറിയാതെ തന്നെ കുട്ടികൾ വളരുന്നതോടൊപ്പം ആ പൈസയും വളരും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിക്കൊരു 15 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ വലിയ തോതിൽ ഫീസൊക്കെ അടച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കഥയിൽ ലാസ്റ്റ് പറയുന്നത്, അദ്ദേഹത്തിന് ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പണം എടുത്തിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇൻകായി മാറി എന്നുള്ളതാണ്. ഇനി അദ്ദേഹം കേൾക്കുന്നുണ്ടോ? യെസ്, ഓഡിയബിൾ ആണ്. അങ്ങനെ അദ്ദേഹം പറയുന്നത്, ഇതാണ് ശ്രേഷ്ഠ പണസഞ്ചികളുടെ 3-ാം ചികിത്സ. ഓരോ നാണയത്തെ കൊണ്ടും കഠിനാധ്വാനം ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ അവ വയലിലെ പക്ഷിക്കൂട്ടങ്ങളെ പോലെ പ്രത്യുൽപാദനം നടത്തുകയും നിങ്ങളുടെ പണസഞ്ചിയിലേക്ക് എന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന സമ്പത്തിന്റെ അരുവിയായി വരുമാനം കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക ആ പോയിന്റ്.
ഓരോ നാണയത്തെ കൊണ്ടും കഠിനാധ്വാനം ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ അവ വയലിലെ പക്ഷിക്കൂട്ടങ്ങളെ പോലെ പ്രത്യുൽപാദനം നടത്തുകയും നിങ്ങളുടെ പണസഞ്ചിയിലേക്ക് എന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന സമ്പത്തിന്റെ അരുവിയായി വരുമാനം കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇനി 4ാം ചികിത്സ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ നഷ്ടത്തിൽ നിന്നും സമ്പത്തിനെ സംരക്ഷിക്കുക. നിർഭാഗ്യം തിളക്കുന്ന അടയാളങ്ങളെ സ്നേഹിക്കുന്നു. പണസഞ്ചിയിലെ സ്വർണ്ണ നാണയങ്ങളെ ദൃഢതയോടെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം ചെറിയ തുകകൾ സംരക്ഷിക്കുന്നതായ ബുദ്ധി. അങ്ങനെ ദൈവങ്ങൾ വലിയ തുകകൾ നമ്മളെ ഏൽപ്പിക്കുന്നതിന് മുമ്പേ തന്നെ അവയെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ക്ലാസ് തുടങ്ങി 4ാം ദിവസം അർക്കാട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഇനി മുമ്പ് ഇവിടെ വായിച്ച ഒരു പോയിന്റ് ഞാൻ ഇത് വായിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അതായത് ഈ പണം വലിയ തോതിൽ കൈകാര്യം ചെയ്യുന്നവരെയും ചെറിയ തോതിൽ കൈകാര്യം ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഈ പണം കൈകാര്യം ചെയ്യാൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള ധനം ദൈവം കൊടുക്കുമെന്നാണ് പ്രപഞ്ചശക്തി. അല്ലാത്ത ആളുകൾക്ക് ലോട്ടറി ഒക്കെ അടിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ അറിയാലോ. ചിലപ്പോൾ അവരെ ലോട്ടറി അക്ഷരം വയ്യോ ഒക്കെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ലോട്ടറി അക്ഷരം എന്ന് പറഞ്ഞാൽ അവർ പോലും അറിയാതെ ആ ഒരു ആകർഷണ നിയമം അനുസരിച്ച് ചിലപ്പോൾ അവരെ കയ്യിലേക്ക് ഒരുപാട് പണം വന്നെത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവും. അപ്പോൾ സുബ്രഹ്മണ്യൻ സാർ കേൾക്കുന്നുണ്ടോ? സുബ്രഹ്മണ്യൻ സാർ, ഹലോ സാറ് മ്യൂട്ടെല്ലാം തോന്നുന്നു. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ പൈസ നമ്മൾ എന്താക്കുക, നമുക്ക് കിട്ടുന്ന പണം നല്ല രീതിയിൽ ചെലവഴിക്കുക. ആ രീതിയിൽ ചെലവഴിക്കുമ്പോൾ പണം നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ വരുന്നുള്ളതാണ്. അപ്പം നമ്മളങ്ങനെ ചെലവഴിക്കാൻ പഠിച്ചാൽ മാത്രമേ കൂടുതൽ സമ്പത്ത് ധനം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. ഒരു ബിസിനസ്സിലൂടെ ഏത് രീതിയിലായാലും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വർണ്ണ നാണയങ്ങളുള്ള ഏതൊരാളും അവരുടെ സമ്പത്ത് കാഴ്ചക്കും ഏറ്റവും സത്യമെന്ന് തോന്നിക്കുന്ന പദ്ധതികൾ നിക്ഷേപിച്ച് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിവുള്ളമെന്നും പ്രലോഭനങ്ങളിൽ വശീകരിക്കപ്പെടാറുണ്ട്. പലപ്പോഴും അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അത്തരം നിക്ഷേപങ്ങളിൽ വെറുതെയോടെ ഇരിക്കുകയും എന്നിട്ട് അയാളെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്ന മുതലിന്റെ സംരക്ഷണമാണ് നിക്ഷേപത്തെ സംബന്ധിച്ച് ആദ്യത്തെ ഭദ്രമായ തത്വം. നിങ്ങളുടെ മുതൽ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളപ്പോൾ വലിയ ആദായത്തിൽ അമ്പരിപ്പിക്കപ്പെടുന്ന ബുദ്ധിയാണോ? ഞാൻ പറയും അല്ല എന്ന്. നഷ്ടസാധ്യത എടുക്കുന്നതിൻ്റെ ശിക്ഷ സമ്പാദ്യമാണ് നഷ്ടമാണ്. നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് അത് തിരിച്ചു നൽകാമെന്ന ഒരു ഉറപ്പും ശ്രദ്ധയോടെ പഠിക്കുക. പെട്ടെന്ന് സമ്പത്തുണ്ടാക്കി കളയാം എന്ന് നിങ്ങളുടെ തന്നെ കാൽപ്പനിക സ്വപ്നങ്ങളിൽ വഴിതെറ്റിപ്പെടരുത്. ഒരാൾക്ക് നിങ്ങൾ വായ്പ നൽകുമ്പോൾ അയാൾക്ക് അത് തിരിച്ചു നൽകാൻ കഴിയുമോ എന്നും അതിനുള്ള സൽപ്പേര് അയാൾക്കുണ്ടോ എന്നും ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് കാര്യങ്ങൾ അറിയാതെ അയാൾക്ക് ഒരു പാരിതോഷികമായി കൊടുക്കേണ്ടതില്ലല്ലോ. ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിന് ഞെരുങ്ങുന്ന അപകടങ്ങളെയൊക്കെ പരിചയപ്പെടുക. എൻ്റെ ആദ്യത്തെ നിക്ഷേപം അക്കാലത്ത് എനിക്കൊരു ദുരന്തമായിരുന്നു. സുരക്ഷിതമായി വെച്ച എൻ്റെ സമ്പാദ്യം ഞാൻ അസ്മൂർ എന്ന ഇഷ്ടിക നിർമ്മാതാവിനെ ഏൽപ്പിച്ചു. അയാൾ കടൽ കടന്ന് ദൂരദേശങ്ങളിൽ നിന്നും ടയറിൽ ഉണ്ടായിരുന്നു. ഫിനീഷ്യക്കാരിൽ നിന്നും അപൂർവമായ രത്നക്കല്ലുകൾ എനിക്ക് വേണ്ടി വാങ്ങാമെന്ന് അയാൾ സമ്മതിച്ചിരുന്നു. അയാൾ തിരിച്ചു വന്നാൽ ആ രത്നക്കല്ലുകൾ നമുക്ക് വിൽക്കാമെന്നും അതിലെ ലാഭം നമുക്ക് വീതിക്കാമെന്നുമായിരുന്നു പദ്ധതി. പക്ഷേ ചതിയന്മാരായ ഫിനീഷ്യക്കാർ രത്നക്കല്ലുകൾക്ക് പകരം സ്ഫടിക കഷ്ണങ്ങളാണ് അയാൾ വിറ്റത്. എൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു. ഒരു ഇഷ്ടിക നിർമ്മാതാവിനെ രത്നക്കല്ലുകൾ വാങ്ങാൻ ഏൽപ്പിക്കുന്നതിന്റെ മണ്ടത്തരം എൻ്റെ പരിശീലനം കൊണ്ട് എനിക്കപ്പോൾ പെട്ടെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നേടിയ വിവേകം വെച്ച് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം ഇതാണ്. നിങ്ങൾക്ക് സമ്പാദ്യങ്ങൾ സംഭവിക്കാൻ നിക്ഷേപിക്കണങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കാം വിധം നിങ്ങളുടെ വിവേകത്തിൽ അമിതമായി വിശ്വാസം അർപ്പിക്കരുത്. പണം ലാഭകരമായി കൈകാര്യം ചെയ്യുന്നതിനും അനുഭവമുള്ളവരുടെ അഭിപ്രായം ആരായുന്നതും അഭികാമ്യം. ചോദിക്കുന്നവർക്ക് അത്തരം ഉപദേശങ്ങൾ സൗജന്യമായി നൽകപ്പെടുന്നതാണ്. അത്തരം ഉപദേശങ്ങൾക്ക് നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ അതത്ര തന്നെ മൂല്യം പെട്ടെന്ന് ഉണ്ടായേക്കാം. സത്യത്തിൽ നിങ്ങളുടെ നഷ്ടത്തിൽ നിന്നും അത്തരം ഉപദേശങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ അന്ന് തന്നെ അവയുടെ യഥാർത്ഥ മൂല്യം. ശോഷിച്ച പണസഞ്ചിയിലേക്കുള്ള 4ാമത്തെ ചികിത്സ ഇതാണ്. ഒരിക്കൽ നന്നായി നിറഞ്ഞിരുന്ന പണസഞ്ചി കാലിയാവുന്നത് ഈ ചികിത്സ തടയുമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. നിങ്ങളുടെ മുതൽ
സുരക്ഷിതമായിരിക്കുന്നിടത്ത് മാത്രം നിക്ഷേപിച്ച് നിങ്ങളുടെ സമ്പാദ്യത്തെ നഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കുക. അഭികാമ്യമെന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ നിക്ഷേപം തിരിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ന്യായമായ ആദായം അവിടെ നിന്നും കിട്ടുന്നതിൽ വീഴ്ച വരരുത്. വിവേകശാലിയുടെ അഭിപ്രായം ആരായുക. പണം ലാഭകരമായി കൈകാര്യം ചെയ്ത് അനുഭവ സമ്പത്തുള്ളവരുടെ ഉപദേശം കൈക്കലാക്കുക. അവരുടെ വിവേകമാവട്ടെ നിങ്ങളുടെ സമ്പത്തിനെ സുരക്ഷമല്ലാത്ത നിക്ഷേപങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു 3-4 കാര്യങ്ങളുണ്ട്. നമ്മൾ സേവ് ചെയ്ത പണം നമ്മൾ എന്താക്കുക, അത് ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ കൂടുതൽ ലാഭം കിട്ടുന്നു. അതേപോലെ ഒരുപാട് ചിലപ്പോൾ പിന്നെ ഫ്രോഡായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് നമുക്കെന്താണ് പിന്നെ ഇത് തരും, ഇരട്ടി പണം നൽകാനും അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നു. അതിലൊന്നും ഒന്നും ചാടരുത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സേഫ് സാർ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ആളുകളൊക്കെ കൺസൾട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, നിക്ഷേപിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആളെ കണ്ടിരുന്നു. ചെറിയ ഒരു പെട്ടിക്കട പോലെ, കുന്നമംഗലം പെട്ടിക്കട എന്ന് പറയത്തില്ല, വളരെ ചെറിയൊരു കട. ചെറിയ കട എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇരിക്കുന്ന ചെയർ അത്രയും കോസ്റ്റുള്ള ഒരു ചെയറായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതുകൊണ്ട് തമാശ ചോദിച്ചാൽ അറിയുന്ന ആളായതുകൊണ്ട് പരിചയപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചു, എന്തിനാ ഇത്രയും വിലയുള്ള ഒരു ചെയറൊക്കെ ഇതിലെ ആവശ്യമുണ്ടെന്ന് വെറുതെ തമാശ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 15 ലക്ഷം രൂപയാണ് ചെയറിൻ്റെ വില പറഞ്ഞത്. ആ കടയിൽ ആകെ 1 ലക്ഷം രൂപ മുതൽ മുടക്കുള്ളൂ. അപ്പോൾ പിന്നെ അദ്ദേഹം ചിരിച്ചു പറഞ്ഞത് എന്നോട് 15 ലക്ഷം രൂപയുടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അതിലാകെ കിട്ടിയത് ഈ ഒരു ചെയർ മാത്രമാണ്. അപ്പൊ അതിന്റെ ഓർമ്മക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണെന്ന്. ഇത് കാണുമ്പോൾ ഞാൻ മറ്റുള്ള പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കില്ല. കാരണം ആ റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോയി. പരിചയസമ്പത്തില്ലാത്ത ആളുകളുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് 50 ലക്ഷം രൂപ മുതൽ മുടക്കിൽ തുടങ്ങി. അഖില മാം എന്തോ ചോദിച്ചോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അതാ യെസ്, കേൾക്കുന്നുണ്ട് നൗഫൽ സാർ. അറിയാതെ അൺമ്യൂട്ടായി പോയതാവാം. അപ്പോ നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ തമാശയിലാണെങ്കിലും അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട്. അദ്ദേഹം പിന്നെ അതിന്റെ ബാക്കിയുള്ള കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, പണം എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട, കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് ഒരൊറ്റ മാസം കൊണ്ട് പോകാൻ ഒരു പണിയുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് 4-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ പാർപ്പിടത്തെ ഒരു ലാഭകരമായ നിക്ഷേപമാക്കുക എന്നാണ്. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിന്റെ 9 ഭാഗങ്ങൾ ജീവിത ചെലവിനും, നോട്ട് ചെയ്യുക, ഒരാൾ തൻ്റെ സമ്പാദ്യത്തിന്റെ 9 ഭാഗങ്ങൾ ജീവിത ചെലവിനും ജീവിതമാസ്വാദത്തിനും മാറ്റിവെക്കുകയും ആ 9 ഭാഗങ്ങളിൽ ഏതെങ്കിലും ഭാഗത്തെ തൻ്റെ സൗഖ്യത്തിനും ഹാനി തട്ടാത്ത വിധം ലാഭകരമായ നിക്ഷേപങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അയാളുടെ സമ്പത്ത് കൂടുതൽ വേഗത്തിൽ വർദ്ധിക്കുന്നു. 5-ാമത്തെ പാഠം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർക്കാഡ് തുടങ്ങി. ബാബിലോണിലെ പുരുഷന്മാരിൽ വളരെയധികം പേരും അവരുടെ കുടുംബത്തെ പാർപ്പിച്ചിരിക്കുന്നത് മോശമായ വാടക പാർപ്പിടങ്ങളാണ്. സ്ത്രീകളുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന പുഷ്പങ്ങളെ വളർത്താൻ ഒരു ഇടമോ കുട്ടികൾക്ക് കളിക്കാൻ വൃത്തിയില്ലാത്ത ഊടുവഴികളില്ലാത്ത നല്ല സ്ഥലമോ ഇല്ലാത്ത മുറികൾക്ക് വേണ്ടിയാണ് അവരുടെ പിടിച്ചു പറിക്കുന്ന ഉടമസ്ഥർക്ക് വലിയ വാടക നൽകുന്നത്. കുട്ടികൾക്ക് വൃത്തിയുള്ള സ്ഥലത്ത് കളിക്കാനും ഭാര്യയ്ക്ക് പൂച്ചെടി മാത്രമല്ല അവരുടെ കുടുംബത്തിനും ഭക്ഷണാവശ്യത്തിനുമുള്ള സസ്യങ്ങൾ വളർത്താനുമുള്ള ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഒരു മനുഷ്യന്റെ കുടുംബവും സന്തുഷ്ടമായിരിക്കില്ല. തൻ്റെ സ്വന്തം മരത്തിലെ അത്തിപ്പഴങ്ങളോ സ്വന്തം മുന്തിരിവള്ളികളിൽ നിന്നുള്ള മുന്തിരികളോ ഭക്ഷിക്കുമ്പോൾ ഒരു പുരുഷന്റെ ഹൃദയം സന്തോഷമാകുന്നു. സ്വന്തമായി ഒരു വാസസ്ഥലമുള്ളതും അഭിമാനത്തോടെ അതിനെ പരിചരിക്കാൻ ഒരു സ്ഥലമുള്ളതും ഒരു പുരുഷന്റെ ഹൃദയത്തിൽ ആത്മവിശ്വാസം ഉണ്ടാകും. എന്ന് മാത്രമല്ല അയാളുടെ പ്രയത്നങ്ങളെല്ലാം വലിയ പരിശ്രമങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഓരോ പുരുഷനും അവനെയും അവൻ്റെ കുടുംബത്തെയും പാർപ്പിക്കാൻ സ്വന്തമായ ഒരു മേൽക്കൂര വേണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നത്. മാത്രമല്ല സതുദ്ദേശമുള്ള ഒരാൾക്ക് സ്വന്തമായി വീടുണ്ടാക്കുക എന്നത് അസാധ്യമായ കാര്യമൊന്നുമല്ല. നമ്മുടെ മഹാനായ രാജാവ് ബാബിലോണിലെ മതിലുകൾ വിശാലമായി വിപുലീകരിച്ചതുകൊണ്ട് നഗരത്തിനകത്ത് ന്യായമായി തുക കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയുണ്ടല്ലോ. മാത്രവുമല്ല കുടുംബത്തിന് വീടും പുരയിടവും തേടുന്ന പുരുഷന്മാരുടെ ആഗ്രഹങ്ങളെ പണമിടപാടുകാർ സന്തോഷത്തോടെ പരിഗണിക്കും.
ഇഷ്ടിക നിർമ്മാതാവിനും കെട്ടിട നിർമ്മാതാവിനും സുദീർഘമായ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പണം അനായാസം നിങ്ങൾക്ക് വായ്പ വാങ്ങാം. അതിനു വേണ്ടിയുള്ള തുകയുടെ ന്യായമായ ഒരു ഓഹരി നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന് കാണിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് വായ്പ എടുക്കാം. വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വാടക വീടുടമസ്ഥന് കൊടുക്കുന്നത് പോലെ വായ്പ തന്നയാൾക്ക് ക്രമാനുസരണമായി തിരിച്ചടവ് നടത്താം. ഓരോ അടവും അയാൾ പണമിടപാടിന് കടബാധ്യത കുറയ്ക്കുന്നതോട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ആ വായ്പ തിരിച്ചടക്കാം. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തുഷ്ടമാവും. കാരണം നിങ്ങൾ സ്വന്തമായി അവകാശത്തിൽ ഒരു വസ്തുവിൻ്റെ ഉടമയാവുകയാണ്. നിങ്ങളുടെ ഏക ചെലവ് രാജാവിനുള്ള നികുതി അടക്കുക എന്ന് മാത്രമായിരിക്കും. മാത്രവുമല്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വസ്ത്രം അലക്കാൻ വേണ്ടി പലപ്പോഴായി നദിക്കരയിൽ പോവുകയും ഓരോ തവണ തിരിച്ചു വരുമ്പോഴും വളർത്തു ചെടികൾ നനയ്ക്കാനായി തുകൽ സഞ്ചിയിൽ വെള്ളം കൊണ്ടുവരികയും ചെയ്യും. അത്തരത്തിൽ സ്വന്തമായി ഉള്ള ആളുകളിലേക്ക് കുറേ അനുഗ്രഹങ്ങളും വരുന്നു. അത് അയാളുടെ ജീവിത ചെലവിനായി ഗണ്യമായി കുറക്കുന്നു. അതുവഴി തൻ്റെ ആനന്ദത്തിനും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്താൻ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും അധികം പണം ലഭ്യമാകുന്നു. ശോഷിച്ച പണസഞ്ചിയിലേക്ക് അഞ്ചാമത്തെ ചികിത്സ ഇതാണ്: സ്വന്തമായി ഒരു വീടുണ്ടാക്കുക. അപ്പോൾ വീടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിൽ പറഞ്ഞത്, അപ്പം ദരിദ്രരായ ആളുകളാണ് ബാബിലോണിൽ അന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹം വീടില്ലാത്തടത്ത് വാടക കൊടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വാടക കൊടുക്കുന്ന ആ ഒരു പണം ഒരു അടവിന് അടക്കുന്ന രീതിയിൽ ഒരു ലോൺ എടുത്തിട്ടോ അല്ലെ പണമിടപാട് ബാങ്കിൽ നിന്നോ എടുത്തിട്ട് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ മൂല്യം നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ഒരു വീടുണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. ലോണിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കാരണം ചില ആളുകൾ പണം ഉണ്ടാക്കിയിട്ട് വീടുണ്ടാക്കാന്ന് പറയും. അപ്പോൾ 5 വർഷം പണം സ്വരൂപിക്കുമ്പോഴത്തേന് റോ മെറ്റീരിയൽസിനൊക്കെ ചിലപ്പോൾ ഇരട്ടി വിലയാവും. അപ്പോൾ അത് നഷ്ടമാണ് ശരിക്കും. ആ തുക നമുക്ക് ബാങ്കിൽ നിന്ന് എടുത്ത് 5 വർഷം കൊണ്ട് തിരിച്ചടവ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പക്ഷേ ലാഭം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അപ്പോൾ 6ാം ചികിത്സ അദ്ദേഹം പറയുന്നത് ഭാവിയിൽ ഒരു വരുമാനം ഉറപ്പാക്കുക എന്നാണ്. ശൈശവാവസ്ഥയിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് ഓരോ മനുഷ്യന്റെയും ജീവിതം നീങ്ങുന്നത് ഇതാണ് ജീവിതത്തിന്റെ പാത. ദൈവങ്ങൾ അകാലത്തിൽ പരലോകത്തേക്ക് വിളിച്ചില്ലെങ്കിൽ ഒരാൾക്ക് ഈ പാതയിൽ വ്യതിചലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഭാവിയിൽ ഉചിതമായ ഒരു വരുമാനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പ്രയോജനകരമായിരിക്കും. ഇന്നത്തെ ചെറുപ്പം ഒരാൾക്ക് അന്നുണ്ടാവില്ല. ഒരുപക്ഷെ അയാളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും അയാൾ ഇല്ലാതായിരിക്കുന്ന കാലം ഉണ്ടാവും. അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക. ഒരു മനുഷ്യൻ സമ്പത്തിനെ കുറിച്ചുള്ള തൻ്റെ അറിവിൻ്റെ ഫലമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മിച്ചം സമ്പാദിക്കുമ്പോൾ അയാൾ തൻ്റെ ഭാവിയെ കുറിച്ചുകൂടി ചിന്തിക്കണം. കുറേ വർഷങ്ങൾക്ക് വരെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിക്ഷേപങ്ങളും കരുതൽ നടപടികളും അയാൾ ആസൂത്രണം ചെയ്യണം. അയാൾ വിവേകത്തോടെ മുൻകൂട്ടി കണ്ട ആ കാലം വരുമ്പോൾ അവ ലഭ്യമാവണം. ഭാവിയിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി കരുതി വെക്കാൻ അയാൾക്ക് വിവിധങ്ങളായ വഴികളുണ്ട്. തൻ്റെ സമ്പത്ത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തുകയും അതവിടെ കുഴിച്ചു മൂടുകയും ചെയ്യാം. പക്ഷേ എത്ര സാമർത്ഥ്യത്തോടെയാണ് കുഴിച്ചു മൂടിയെങ്കിലും അത് കള്ളന്മാർ കവർന്നെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഉപായം ശുപാർശ ചെയ്യില്ല. ഭാവിയിലേക്കുള്ള ആവശ്യത്തിനായി ഒരാൾക്ക് വീടുകളോ ഭൂവസ്തുക്കളോ വാങ്ങാം. ഭാവിയിൽ അവയുടെ ഉപയോഗമോ മൂല്യമോ കണക്കാക്കി ബുദ്ധിപൂർവ്വം അവ തിരഞ്ഞെടുത്താൽ അവയുടെ മൂല്യം സ്ഥിരമായിരിക്കണമെന്ന് മാത്രമല്ല, അവയിൽ നിന്നുള്ള വരവോ അല്ലെങ്കിൽ അവയിൽ നിന്ന് വിൽപ്പനയിൽ നിന്ന് കിട്ടുന്നതോ ഭാവിയിലെ ആവശ്യത്തിന് മതിയാവും. നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് പൂഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല. സ്ഥലം വാങ്ങുക, അതിൽ നിന്നും ഒരു വരവുണ്ടാവും. കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ല ലീസിന് കൊടുത്തു കഴിഞ്ഞാലൊക്കെ പല ഇൻകം അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഭാവിയിലേക്ക് നമ്മൾ പ്രായമായി വരുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ തുക പണമിടപാട് വായ്പയായി കൊടുത്ത് ക്രമീതമായി കാലയളവ് കൊണ്ട് അത് വർദ്ധിപ്പിക്കാം. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിലേക്ക് നിക്ഷേപം നടത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ മാസത്തിൽ അതും ചെറിയൊരു ഇൻകമായിട്ട് നമുക്ക് കിട്ടും. പണമിടപാടുകാരും അതിന് നൽകുന്ന വാടക ആ വായ്പ തുകയെ വർദ്ധിപ്പിക്കുന്നു. അൻസാർ എന്നു പേരുള്ള ഒരു പാദരക്ഷ നിർമ്മാതാവിനും എനിക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് അയാൾ എന്നോട് പറഞ്ഞിരുന്നു ഈ കാര്യം. 8 വർഷം വരെ ഓരോ ആഴ്ചയിലും അയാളുടെ പണമിടപാടുകാരൻ്റെ കയ്യിൽ 2 വെള്ളി നാണയങ്ങൾ നിക്ഷേപിക്കും. അടുത്ത കാലത്ത് ആ പണമിടപാടുകാരൻ അയാൾ നിക്ഷേപിക്കുന്നതിൻ്റെ ഒരു കണക്ക് കൊടുത്തു. അയാൾക്കത് വളരെ സന്തോഷമുണ്ടാക്കി. അയാളുടെ നിക്ഷേപങ്ങൾ ഓരോ 4 വർഷത്തിലും അതിൻ്റെ മൂല്യത്തിൻ്റെ 4 എന്ന തോതിലുള്ള പതിവ് വാടകയും കൂടിച്ചേർത്ത് അതിപ്പോൾ 1040 വെള്ളി നാണയങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. കണക്കിൽ എനിക്കുള്ള അറിവ് വെച്ച് ഞാൻ അയാളെ സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അയാൾക്ക് ആഴ്ചയിൽ 2 വെള്ളി നാണയങ്ങൾ എന്ന തോതിൽ ഇപ്പോൾ നടത്തുന്ന നിക്ഷേപങ്ങൾ 12 വർഷം കൂടി തുടർന്നാൽ പണമിടപാടുകളിൽ നിന്നും അയാൾക്ക് 4000 വെള്ളി നാണയങ്ങൾ കിട്ടും. ശിഷ്ടകാലത്ത് ജീവിക്കാൻ ഉചിതമായി അതൊരു ശേഷിപ്പായി മാറി.
അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ എന്താണ് പിന്നെ എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ പിന്നെ അത് ഇരട്ടിയായി വർദ്ധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥിരമായ ക്രമത്തിൽ നടത്തുന്ന അത്തരം നിക്ഷേപങ്ങൾക്ക് ഇതുപോലുള്ള ലാഭകരമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ വാർദ്ധക്യത്തിലേക്കും തൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഒരു സമ്പാദ്യം ഒരാൾക്ക് ഉറപ്പുവരുത്താതിരിക്കാൻ കഴിയില്ല. അയാളുടെ വ്യാപാരവും നിക്ഷേപം എന്ന് തന്നെ സമൃദ്ധമാവും. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നെന്താ പറയുക, എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ട്, അവൾ അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു വാഹനാപകടത്തിൽ മരിക്കുകയും 2 പെൺകുട്ടികളായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ മാതാവ് എന്തായി, ആ സൂപ്പർ മാർക്കറ്റിലെ ഇൻകം കൊണ്ടാണ് അവരെ വളർത്തി വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ചത്. ആ മാതാവിന് വേറൊരു ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ആ ഒരു പിന്നെ അങ്ങാടി സൂപ്പർ മാർക്കറ്റ് എന്നായിരുന്നു, ഇപ്പോൾ അതിൻ്റെ പേര് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ലെവലിലേക്ക് പോകുന്നു. നമ്മുടെ നാട്ടിലെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അപ്പം ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ആരോഗ്യമുള്ള കാലത്ത് ഇതേപോലെ എന്തെങ്കിലും സമ്പത്ത് നട്ടാൽ ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. അപ്പോൾ അതേപോലെ അതിനെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിലെ ഒരു വിശ്വാസം ഇതാണ്: ഒരു ദിവസം വിവേകികളും ചിന്താശേഷിയുമുള്ള ആളുകൾ മരണത്തിനെതിരെ രക്ഷാബോധത്തുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് പ്രകാരം കുറേ ആളുകൾ ഒരു നിസ്സാര തുക സ്ഥിരമായി നിക്ഷേപിക്കുന്നു. നമ്മളെ പോളിസിയെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം ഇതിൽ പറയുന്നത്. ആ പദ്ധതിയിലെ ഓരോ അംഗവും പരലോകത്ത് പോകുമ്പോൾ അവരുടെ കുടുംബത്തിന് ഒരു തുകയുടെ സമഗ്രമായ ഒരു നല്ല തുക കിട്ടുന്നു. ഇത് ഞാൻ വളരെ നല്ല ഒന്നായാണ് കാണുന്നത്. അതിനെ എനിക്ക് നന്നായി ശുപാർശ ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് ഇപ്പോൾ സാധ്യമല്ല, കാരണം ഈ പദ്ധതി ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനപ്പുറത്തേക്ക് എത്തേണ്ടതാണ്. ഇത് ഏതെങ്കിലും കൂട്ടുകച്ചവടത്തിന് പ്രവർത്തിക്കാവുന്നതിന് അപ്പുറവുമാവണം. അത്തരമൊരു പദ്ധതി രാജാവിൻ്റെ സിംഹാസനം പോലെ ദൃഢമായി ഉള്ളതായിരിക്കണം. അത് ഒരിക്കലും വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേർക്ക് അതൊരു ആശ്വാസമായിരിക്കും, കാരണം ആദ്യത്തെ ചെറിയ അടവ് പോലും അതിൻ്റെ ഒരു അംശത്തിൻ്റെ മരണത്തിന് ശേഷം അയാളുടെ കുടുംബത്തിന് സുഖപ്രദമായി സമ്പാദ്യമായി ലഭിക്കും. വരാനിരിക്കുന്ന കാലത്തല്ല, ഇപ്പോഴാണ് നാം ജീവിക്കുന്നത് എന്നതിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ആ വഴികളും മാർഗങ്ങളും നാം ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ശുപാർശ ചെയ്യുന്നത് ഇതാണ്: പ്രായമാവുമ്പോൾ ശോഷിച്ചേക്കാവുന്ന പണസഞ്ചിക്ക് പരിഹാരമായി അവർ വിവേകത്തോടും നന്നായി ചിന്തിക്കുകയും കരുതി വെക്കുകയും, കാരണം പഴയതുപോലെ സമ്പാദിക്കാൻ കഴിയാത്ത ഒരാൾക്കോ കുടുംബനാഥൻ ജീവിച്ചിരിക്കാത്ത ഒരു കുടുംബത്തിനോ ശോഷിച്ച പണസഞ്ചി ഒരു നോവുണ്ടാക്കുന്ന ദുരന്തമാണ്. ശോഷിച്ച പണസഞ്ചിക്കുള്ള എൻ്റെ 6ാമത്തെ ചികിത്സ ഇതാണ്: നിങ്ങൾ വയസ്സാകുമ്പോൾ വേണ്ട ആവശ്യങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സംരക്ഷിക്കുന്നതിന് വേണ്ടി മുൻകൂറായി കരുതി വെക്കുക. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് 6ാമത്തെ അധ്യായത്തിൽ: നിങ്ങൾ വയസ്സാകുമ്പോൾ വേണ്ട ആവശ്യങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് സംരക്ഷിക്കുന്നതിന് വേണ്ട മുൻകൂറായിട്ടുള്ള പണം നമ്മൾ എന്താക്കുക, കരുതി വെക്കുക. അപ്പോൾ ഇനി 7ാമത്തെ ചികിത്സ നമുക്ക് അടുത്ത അധ്യായത്തിൽ പറയാം. ഞാൻ ഏതായാലും സ്പീഡായിട്ട് ഇങ്ങനെ വായിച്ചു പോകുന്നതാണ്, മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം ഇനി ഒരുപാട് അധ്യായങ്ങളുണ്ട്. ഒരുപാട് നല്ല കഥകളിലൂടെ കടന്നു പോവുകയാണ് ഈ പുസ്തകം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത നല്ല ഒരു പുസ്തകം കൂടി ഉണ്ട്, ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ. ഓരോ ശ്വാസവും ശാന്തി. നമ്മളെ ബ്രീത്തിങ്ങിനെ കുറിച്ചിട്ടും മെഡിറ്റേഷനെ കുറിച്ചിട്ടും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഇത് ഈ പുസ്തകം കഴിഞ്ഞാൽ അടുത്തതായിട്ട് അത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം അത്രയും നമ്മളൊക്കെ ചെയ്തു പോരുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഈ ചെയ്യുന്നതിന് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് പല ആളുകൾക്കും അറിവില്ല. അപ്പോൾ ആ അറിവൊക്കെ കിട്ടുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെന്താണ് കൺസിസ്റ്റൻസ് ആയിട്ട് മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നതാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ താങ്ക് യു ഓൾ. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു താങ്ക് യു സർ. സർ. നന്നായിരുന്നു. ഫൈനാൻസ് മാനേജ്മെന്റ് വളരെ നന്നായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു കൃഷ്ണമൂർത്തി സർ. അപ്പം നമ്മുടെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോണിലെ പാർട്ട് 3 ആണ് ഇന്ന് നൗഫൽ സാർ എടുത്തിട്ടുള്ളത്. നല്ല ഒരു സാർ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആണ് ഇനി വരുന്നത് എന്നുള്ളത് നമ്മളത് പ്രതീക്ഷിക്കാം. സോ ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മാജിക് മോണി ഞാൻ തന്നെ പറയാം ആദ്യം. ഓക്കെ സിന്ധു മാം. ഓഡിബിൾ ആണല്ലോ? ഓ യെസ്.
നൗഫൽ സാർ ഐസ് നല്ല സൂപ്പറായിട്ട്. എന്താ അറിയോ, ലോട്ടറി അടിച്ച് നന്നായവരാ സത്യാണ്. ലോട്ടറി എല്ലാവർക്കും ലോട്ടറി അടിക്കും, പക്ഷെ അത് അതേപോലെ തന്നെ പോവും ചെയ്യും. ഒരു കാര്യം പൈസ കയ്യില് നമ്മള് എന്താ പറയാ ഇങ്ങനെയാണ് ഉപയോഗിക്കുക, അതിനെ കുറിച്ച് അത്രയും അറിയുന്ന ആളുകളുടെ കൈ മാത്രമേ പൈസ നിൽക്കുള്ളൂ. അല്ലാത്തവർക്കൊക്കെ അതൊരു വിരുന്നുകാരെ പോലെ ഇങ്ങനെ വരും പോവും എന്നല്ലാണ്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ അത് ഒരു കാര്യം സത്യം തന്നെയാണ്. പിന്നെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ്, സമ്പത്ത് കാലത്ത് കാപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് ആ കാപത്ത് നമുക്ക് തിന്നാം. നമ്മള് ജോലിയിൽ ഇരിക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വിഹിതം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, നമ്മൾ വയസ്സായി വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഓരോരുത്തരെ മക്കളുടെ കയ്യിൽ നിന്നായാലും അവരുടെ കയ്യിൽ നിന്നായാലും ഒരു 5 രൂപ നമുക്ക് കിട്ടണമെങ്കിൽ അവരോട് എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ നമ്മളെ കൈ അതും ഒരു നമ്മളെ കൈ നമ്മളെ തലയ്ക്കും ഭാഗത്ത് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനിട്ടാ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സിന്ധു മാം. ഓക്കെ, സിന്ധു മാം പറഞ്ഞതുപോലെ ഞാൻ പറയാമെന്ന് പറഞ്ഞു വന്നതുപോലെ എല്ലാവരും എന്ത് ചെയ്യാ, പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയാം. അടുത്താരാ? ഹലോ പ്രീത മാം പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് ഓൾ. നഫൽ സാർ എല്ലാ ആഴ്ചയിലും പോലെ തന്നെ ഈ പ്രാവശ്യം നമ്മുടെ ബുക്കിന്റെ 3rd പാർട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ സാറ് അവതരിപ്പിച്ചു. സാറ് ശരിക്കും ബുക്ക് റിവ്യൂ പറയുമ്പോൾ ശരിക്കും നമുക്ക് ആ ബുക്ക് വായിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് എങ്ങനെ ചെലവാക്കണം എന്നുള്ള ഓരോ ഭാഗങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞ് ബുക്കിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞ് ക്ലിയർ ആക്കി തരുന്നുണ്ട്. വളരെ നല്ലൊരു ബുക്ക് റിവ്യൂ തന്നെയായിരുന്നു സാർ. ശരിക്കും ബുക്ക് വായിച്ചൊരു ഫീൽ തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. പെട്ടെന്ന് മുന്നോട്ട് വന്നോളൂ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടോ? മാജിക് മോർണിംഗ്. ഓക്കെ, ഞാനിത് ഈ ഒരു ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ സാറ് പറഞ്ഞ ശേഷം ആ പഴയ വായിച്ച കാര്യങ്ങൾ ഓർമ്മ വന്നു. എനിക്കിപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. നൗഫൽ നന്നായിട്ട് ബുക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു രഞ്ജിത്ത് സർ. ദീപ മാം. ഹലോ, മാജിക് മോർണിംഗ് ടു ഓൾ. എന്നെയാണോ വിളിച്ചതെന്ന് അറിയില്ല. ആശില മാം പറഞ്ഞോളൂ. തീർച്ചയായിട്ടും എന്താണ് സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, നമുക്ക് എപ്പോഴും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്വരൂപിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ ഒരാവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ നമ്മളത് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. പല സ്റ്റോറീസും പറഞ്ഞു തന്നു. പുസ്തകം വായിച്ചില്ലെങ്കിലും വായിച്ചതിന് തുല്യമായിട്ട് തന്നെ സാറ് മനസ്സിലായിട്ട് ഓക്കെ, താങ്ക് യു ഷില മാം. ലാസ്റ്റ് ഷില മാമിന്റെ വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. റേഞ്ച് ആവാം.
ഓക്കെ, ഇപ്പൊ എല്ലായിടത്തും മഴയൊക്കെയാണല്ലോ, അപ്പൊ റേഞ്ച് ഇഷ്യൂ എല്ലാവർക്കും നല്ലപോലെ ഉണ്ട് എന്നറിയാം. ഓക്കെ, അടുത്തത് ആരാണ്? മാജിക് മോർണിംഗ്. ഓക്കെ, നൗഫൽ സാർ പതിവ് പോലെ നല്ലൊരു പ്രസന്റേഷൻ ആയി, നല്ല ഒഴുക്കോട് കൂടിയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ക്ലാസ്സുകളിൽ ഒന്ന് ടോപ്പപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്ന ഓരോ പോയിന്റും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയും ഒരു നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസ്സുമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ ഈ നമ്മളെ ഈ ഓതറെ വേർഡ്സും കൂടി ആകുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയി മാറി എന്നുള്ളതാണ്. അപ്പം വീണ്ടും വീണ്ടും സംഗതികൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് പണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി 10% സേവ് ചെയ്യുക, സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം ചെലവാക്കുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇന്ന് കിട്ടിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം വേറെ ഉണ്ടാക്കുക, പാസീവ് ഇൻകം ഉണ്ടാക്കുക. അതിന്റെ കുട്ടികളിൽ നിന്നും വീണ്ടും വീണ്ടും വരുമാനം പല സ്രോതസ്സുകളിൽ നിന്നും നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്, സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ അത് കൂടുതൽ നമ്മൾ എങ്ങനെ ധനികനാകാം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വരും കാലങ്ങളിൽ, അതായത് ഭാവിയിൽ നമുക്ക് ഒരു വരുമാനം, അതായത് നമ്മളെ ചെലവുകൾക്ക് വേറെ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് നമുക്ക് അത് എങ്ങനെ ഉപകാരപ്പെടുന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, നമുക്ക് കിട്ടുന്ന പണം എങ്ങനെ സേവ് ചെയ്യണം, ചെലവ് ചുരുക്കണം, അത് എങ്ങനെ ഭാവിയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടണം, സ്വന്തമായ വീട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തന്നത്. അതായത് ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. ബുക്കിന്റെ അതേ ഒരു എഫക്റ്റ്, വായിച്ച ഒരു എഫക്റ്റ് ആണ് ഇന്ന് കിട്ടിയത്. നല്ല കാര്യം. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു മണി സർ. ദിവ്യ മാം. ഹലോ ദിവ്യ മാം, കേൾക്കുന്നുണ്ടോ? ഹലോ സർ, നല്ല താങ്ക് യു. ഹലോ. ഹലോ, മാജിക് മോർണിംഗ് സർ. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, നന്നായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞ, ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നന്നായിട്ട് പറഞ്ഞു തന്നു. ഫിനാൻസ് മാനേജ്മെന്റ് തന്നെയാണ് ഇതിൽ എന്താ പറയാ പറയുന്നത്. ഓരോ ചെറിയ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തന്നു, നല്ല മനസ്സിലായി. കഴിഞ്ഞ മൂന്നാമത്തെ ഈ അധ്യായം, മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്താ പറയാ, എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടതെന്നും സമ്പാദിച്ചു വെച്ച പണത്തിനെ ഏത് രീതിയിൽ ചെലവഴിക്കണമെന്നും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. വളരെ നല്ല ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു ദിവ്യ മാം. ദീപ മാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ക്ലിയർ ആയില്ല മാം. ദീപ മാം. ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്, ഓഡിയബിൾ ആണ്. മാജിക് മോർണിംഗ് നല്ല ക്ലാസ് ആയിരുന്നു. നൗഫൽ സാർ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഫിനാൻസ് മാനേജ്മെന്റിനെ കുറിച്ച് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ക്ലാസ്സും പോലെ തന്നെ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ദീപ മാം. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ ആരും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ നൗഫൽ സർ? സമയമായിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പം ഇന്ന് നല്ല രീതിയിൽ തന്നെ ബുക്ക് റിവ്യൂ പ്രസന്റ് ചെയ്തിട്ടുള്ള നൗഫൽ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയിൽ പോകുന്നവരാണെങ്കിലും പുറത്തു പോകുന്നവരൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു നൗഫൽ സാർ. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു, നൗഫൽ സർ.